ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചാപ്റ്റർ 5 ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. അതിൻ്റെ തേർഡ് പാർട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ 2 പാർട്ടിലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ദെൻ നമുക്കിനി അടുത്ത പാർട്ടിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഡ്യൂപ്ലിക്കേറ്റിംഗ് ആൻഡ് ഡിലീറ്റിംഗ് സ്ലൈഡ്സ് ഒക്കെ ആയിരുന്നു. ഒരു സ്ലൈഡ് എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ലൈഡ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് പറയാനുള്ള ഇൻസേർട്ടിംഗ് ഇമേജസ്, ടേബിൾസ്, സൗണ്ട്സ് ആൻഡ് വീഡിയോസ്. ടാബ്ലറ്റ്സ് അല്ല, ടേബിൾസ് ആണ്. ഒരു ടി അവിടെ കൂടി വന്നിട്ടുണ്ട്, അത് നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണേ. ഇൻസേർട്ടിംഗ് ഇമേജസ്, ടേബിൾസ്, സൗണ്ട്സ് ആൻഡ് വീഡിയോസ്. അപ്പോൾ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കഴിഞ്ഞ പാർട്ടിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചതാണ്. എങ്ങനെയായിരുന്നു? ഇൻസേർട്ടിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മളൊരു സ്ലൈഡിലോട്ട് ഇമേജസ് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ടിൽ പിക്ചേഴ്സ്, അതിന് ഒന്നുകൂടി പറയേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ടു ഇൻസേർട്ട് ടേബിൾ ഇൻ എ സ്ലൈഡ്. ദ കമാൻഡ് ഈസ് ഇൻസേർട്ട് ടേബിൾ. ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിൽ ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ലൈഡിലോട്ട് ടേബിൾ ഇൻസേർട്ട് ചെയ്യുക. ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. റോസ് ആയിട്ടും കോളംസ് ആയിട്ടും നമ്മൾ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ് ടേബിൾ എന്ന് പറയുക. From the insert table dialog box, enter the number of rows and columns. അപ്പോൾ ഒരു ടേബിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പം അതിനകത്ത് എത്ര കോളം ഉണ്ട് അല്ലെങ്കിൽ എത്ര റോ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത്രയും റോസും അത്രയും കോളം വെച്ചിട്ടുള്ള ടേബിൾ ആയിരിക്കും അവിടെ ഇൻസേർട്ടഡ് ആവുക. When a table is selected, a table toolbar is displayed. ഒരു ടേബിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ടേബിൾ സെലക്ട് ചെയ്യുമ്പം ആ ടേബിളിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ ടൂൾ ബാർ അവിടെ ഡിസ്പ്ലേ ആവും. This toolbar contains tools for merging, splitting, giving colors, borders, alignments, etc. to the cell of a table. ഒരു സെല്ലിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ സെല്ലുകൾ മെർജ് ചെയ്യുക, അല്ലെങ്കിൽ സെല്ലുകൾ സ്പ്ലിറ്റ് ചെയ്യുക, അതിന് നമ്മൾ കളേഴ്സ് കൊടുക്കുക, അതിൻ്റെ ബോർഡർ കൊടുക്കുക, അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കുക, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂൾ ബാറാണ് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതാ ഇവിടെ കഴിഞ്ഞ ദിവസം ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടിൽ ചെയ്ത സെയിം എക്സാമ്പിൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫയൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യുവാണ്. പുതിയ സ്ലൈഡ് ആഡ് ചെയ്യുന്ന എവിടെയാ? സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. അപ്പോൾ പുതിയൊരു സ്ലൈഡ് നമ്മൾ സ്ലൈഡ് മാസ്റ്റർ ഒക്കെ കൊടുത്തേക്കുന്നത് കാരണം എല്ലാ സ്ലൈഡും ഒരേ ഫോർമാറ്റിലായിരുന്നു വരുന്നത്. ദെൻ നമുക്കിനി ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ ടേബിൾ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, ആ ടേബിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് എത്രയാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ടേബിളിൻ്റെ കോളം, എത്ര കോളം വേണം എന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു 6 കോളംസ് കൊടുത്തു, ഒരു 4 റോസ് കൊടുത്തു. അപ്പോൾ കോളംസ് 6ഉം റോസ് 4ഉം ആയിട്ട് കൊടുത്തു. ദെൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ അത്രയും ഉള്ള ഒരു ടേബിളാണ് ഇവിടെ വന്നേക്കുക. ഇത് ഒരു കോളം, ഇത് അടുത്ത കോളം, ഇത് അടുത്ത കോളം, അങ്ങനെ 6 കോളംസ് ഉണ്ട്. ഇത് ഒരു റോ, ഇത് അടുത്ത റോയ്, ദെൻ ഇങ്ങനെ 4 റോസ് ആണ് ഈ ടേബിളിനുള്ളത്. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ താഴെ ഒരു ടൂൾ ബാർ വന്നിട്ടുണ്ട്. ഇതാണ് ടേബിൾ ടൂൾ ബാർ എന്ന് പറയുക. ഒരു ടേബിളിന് നമുക്ക് ബോർഡേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് ഏത് ടൈപ്പിലുള്ള ബോർഡറാണ് അല്ലെങ്കിൽ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പല ടൈപ്പിലും, ഇവിടെ ബോർഡേഴ്സ് ഒന്നുമില്ല, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബോർഡർ, ഇവിടെ റൈറ്റ് സൈഡിൽ ബോർഡർ, ഇങ്ങനെ പല ടൈപ്പിലുള്ള ബോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ റോയിലും അല്ലെങ്കിൽ എല്ലാം ബോർഡർ കൊടുക്കാൻ പറ്റുന്നൊരു ബോർഡർ കൊടുത്തു. ദെൻ ഇത് മൊത്തം സെലക്ട് ചെയ്തു. ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ബോർഡർ സ്റ്റൈൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാത്തിനും അല്ലെങ്കിൽ ഓരോ സെല്ലിൻ്റെ ചുറ്റും അതിൻ്റെ ബൗണ്ടറിയിൽ ബോർഡർ വരും. ദെൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡർ കളർ അല്ലെങ്കിൽ ബോർഡർ സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി തിന്നായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കാണാൻ തിക്കായിട്ടുള്ളൊരു ബോർഡർ കളർ, ദെൻ ബോർഡർ സ്റ്റൈൽ കൊടുത്തു. ദെൻ നമുക്ക് ബോർഡറിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളർ, ഇപ്പോൾ ഒരു റെഡ് കളറായി മാറിയിട്ടുണ്ട് അതിൻ്റെ ബോർഡറിൻ്റെ കളർ. അപ്പോൾ അങ്ങനെ നമുക്ക്
എന്ത് വേണമെങ്കിലും അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു കോളത്തിൽ അല്ലെങ്കിൽ ഓരോ സെല്ലിൻ്റെയും ഇപ്പോൾ ഈ ഒരു സെല്ല് നമ്മളെടുത്തു, ആ സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെല്ലിന് മാത്രമായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. അപ്പോൾ ഏതെന്തൊക്കെയാണോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റേണ്ടത് അത്രയും നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ദെൻ നമുക്കിതിനകത്ത് എന്ത് ചെയ്യാം, ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എന്ത് ഡാറ്റ വേണമെങ്കിലും നമുക്കിതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു സ്ലൈഡിൽ ഒരു ടേബിളായിട്ട് ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിള് ഒരു സ്ലൈഡിലോട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് മെർജ് ചെയ്യാം. മെർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മെർജ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ കളറൊക്കെ കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ മെർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, 2 സെല്ല് സെലക്ട് ചെയ്തു. 2 സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇതാണ് മെർജ് ചെയ്യാനുള്ള സെല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഐക്കൺ പറയുക. ഇപ്പോൾ ഈ 2 സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 സെല്ലും കൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സെല്ലായിട്ടാണ് പിന്നെ ഇവിടെ കാണിച്ചു തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരൊറ്റ സെല്ലായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അങ്ങനെ മെർജ് ചെയ്യാം. ദെൻ ഈ സെല്ല് ഞാൻ വീണ്ടും സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ കൊടുത്തേക്കണം സ്പ്ലിറ്റ് സെല്ലാണ് കൊടുത്തേക്കുക. അപ്പം സ്പ്ലിറ്റ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ അത് ഹൊറിസോണ്ടലായിട്ട് വേണോ വെർട്ടിക്കലായിട്ട് വേണോ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് വീണ്ടും 2ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് വന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനും മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ടേബിളിൻ്റെ കുറേ പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു റോ അല്ലെങ്കിൽ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് റോ എബവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ പുതിയ റോ ഇൻസേർട്ടഡ് ആയി. ദെൻ ഇൻസേർട്ട് റോ ബിലോ, ഇത് ഇൻസേർട്ട് കോളം ലെഫ്റ്റ്, ഇത് ഇൻസേർട്ട് കോളം റൈറ്റ്, അങ്ങനെ കുറേ ബട്ടൺസ് ഉണ്ട്. അപ്പോൾ ഇത് ടേബിൾ ടൂൾ ബാർ വെച്ചിട്ട് നമുക്ക് ഈ ടേബിളിനെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്ലൈഡിലോട്ട് എങ്ങനെയാണ് ടേബിൾ ആഡ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് നമുക്ക് പറയാനുള്ളത് ടു ഇൻസേർട്ട് എ സൗണ്ട് ഫയൽ ഒരു ഫയലിലോട്ട് ഒരു സൗണ്ട് ഫയൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസേർട്ടിൽ തന്നെ മൂവി ആൻഡ് സൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കൊടുത്തേക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ദർ വിൽ ബി എ സ്മോൾ ബട്ടൺ ഓൺ ദ സ്ലൈഡ് ടു റെപ്രസെൻറ്റ് ദ സൗണ്ട് ഫയൽ. ഒരു സൗണ്ട് നമ്മളൊരു സ്ലൈഡിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ സ്ലൈഡിലൊരു ചെറിയൊരു ബട്ടൺ അല്ലെങ്കിൽ ഒരു സൗണ്ട് ഫയലിൻ്റെ ഒരു ബട്ടൺ അവിടെ വ്യൂ ചെയ്ത് കാണിക്കും. ദ സൗണ്ട് വിൽ ബി പ്ലേഡ് ഓൺലി വെൻ ദ ബട്ടൺ ഈസ് ക്ലിക്ക്ഡ്. അപ്പോൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സൗണ്ട് അവിടെ പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ പുതിയൊരു സ്ലൈഡ് എടുക്കുവാണ്. ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ദെൻ ഇവിടേക്ക് ഞാനൊരു പുതിയ സൗണ്ട് ആഡ് ചെയ്യാണ്. ഇൻസേർട്ടിൽ ഇവിടെ ഓഡിയോ ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ് കിടക്കുക. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന അനുസരിച്ച് മൂവി ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ വെർഷനിൽ ഇൻസേർട്ടിൽ ഓഡിയോ ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ് കിടക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൗണ്ട് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം മ്യൂസിക് എന്ന് പറയുന്നതിനകത്ത് ഇവിടെ ഒരു സൗണ്ട് ഫയൽ കിടപ്പുണ്ട്. ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന വേറൊരു ഐക്കണാണ്. നമുക്ക് ഈ വെർഷനിൽ ഇങ്ങനെ ഒരു ഐക്കണാണ് ഇവിടെ വരിക. ഇപ്പോൾ നമുക്കിത് സ്ലൈഡ് ഷോ കൊടുക്കുമ്പോൾ സ്ലൈഡ് ഷോ കൊടുക്കാനായിട്ട് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഓപ്ഷനിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സ്ലൈഡ് തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ദെൻ സ്റ്റാർട്ട് ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ലൈഡാണ് അവിടെ പ്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വന്നു, ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ കറണ്ട് സ്ലൈഡ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ടോട് കൂടിയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡ് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ലൈഡിൽ ഈ ഒരു ഓഡിയോയുടെ അല്ലെങ്കിൽ ഈ ഓഡിയോയുടെ ഐക്കൺ നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് മൂവ് ചെയ്ത് ഈ സ്ലൈഡിൻ്റെ പുറത്തേക്ക് കൊണ്ടിട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടെക്സ്റ്റോ ഇമേജോ ടേബിളോ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇങ്ങ് മാറ്റിയിട്ടേക്കുക. അപ്പോൾ സ്ലൈഡ് ഷോ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് സ്ലൈഡ് ഷോ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, അവിടെ ആ ഒരു ഐക്കൺ അവിടെ ഉണ്ടാവില്ല. പകരം എന്തായിരിക്കും, ആ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് അവിടെ പ്ലേ ആയിരിക്കും ചെയ്യുക.
നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ലൈഡിനകത്ത് നമുക്ക് ആ ഐക്കൺ കാണുന്നില്ല. സ്ലൈഡ് ഷോ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഐക്കൺ ഇവിടെ ഉണ്ടാവില്ല, പക്ഷേ ആ സൗണ്ട് അവിടെ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ സ്ലൈഡിൽ ഐക്കൺ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ആ സ്ലൈഡിൻ്റെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഒരു ടു ഇൻസേർട്ട് എന്താ വേണ്ടേ, ഇപ്പോൾ സൗണ്ട് ഫയലാണ് പറഞ്ഞത്. ടു ഇൻസേർട്ട് എ വീഡിയോ ക്ലിപ്പ് ഇൻ എ സ്ലൈഡ് ദ കമാൻഡ് ഈസ് ഇൻസേർട്ടിൽ മൂവി ആൻഡ് സൗണ്ട്. ആ നേരത്തെ പറഞ്ഞത് തന്നെ എടുക്കുക, മൂവി ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ തന്നെ എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഇതെടുത്തു, പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്തു. അതായത് പുതിയ സ്ലൈഡിലാണ് കിടക്കുന്നത്. അത് ഇൻസേർട്ടിനകത്ത് ഇവിടെ ഓഡിയോ ആൻഡ് വീഡിയോ ആണ്. ജസ്റ്റ് ഒരു വീഡിയോ ഫയൽ ഓപ്പൺ ആക്കി കൊടുക്കുക. ഓപ്പൺ ആക്കി കൊടുക്കുമ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ ഫയൽ എടുത്തു, then അത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ആ വീഡിയോ ഫയലാണ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ പ്ലേസിലേക്കാണ്, അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അത് അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. സൈസ് മാറ്റി കൊടുക്കാനോ അത് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത്രയായിട്ട് വന്നു. ദെൻ ഇത് സ്ലൈഡ് ഷോ കൊടുത്തു കഴിയുമ്പോൾ കറണ്ട് സ്ലൈഡ് ഷോ കൊടുത്തു, ഇത് ഓപ്പൺ ആയിട്ട് വന്ന് ആ ഒരു സ്ലൈഡിലായിരിക്കും ഈ വീഡിയോ ഇവിടെ പ്ലേ ആവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഇമേജ് എങ്ങനെയാണ്, ഒരു ടേബിൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഒരു സൗണ്ട് ഒരു സ്ലൈഡിലോട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഒരു വീഡിയോ ഒരു സ്ലൈഡിലോട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത നമുക്ക് പറയാനുള്ളത് ഇൻസേർട്ടിങ് ഹൈപ്പർ ലിങ്ക്സ്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹൈപ്പർ ലിങ്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, നമ്മൾ ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പേജിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിലോട്ടോ വേറെ ഏതെങ്കിലും ഒരു ഫയലിലോട്ടോ ഒക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ലിങ്കുകളെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്സ്റ്റുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമേജുകളെയൊക്കെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയുക. അപ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും അടുത്തൊരു പേജിലോട്ട് പോവുക. അപ്പോൾ ആ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മളതിനെ ഹൈപ്പർ ലിങ്ക് എന്ന് പറയാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്ലൈഡിൽ ഹൈപ്പർ ലിങ്കുകൾ ഇൻസേർട്ട് ചെയ്യാം. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ എങ്ങോട്ടേക്കെങ്കിലും പോകാൻ പാകത്തിനുള്ളത് അങ്ങനെയുള്ള ഹൈപ്പർ ലിങ്കുകൾ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ എന്താ നോക്കിയേ, വെൻ വി ക്ലിക്ക് ഓൺ ദ ഹൈപ്പർ ലിങ്ക് ഇറ്റ് ലീഡ്സ് ടു ദ വ്യൂവർ ടു സം അതർ ഡോക്യുമെൻറ്റ്സ് ഓർ സ്ലൈഡ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പർ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂവറിന് ഒന്നിലെ വേറെ ഒരു ഡോക്യുമെൻറ്റിലോട്ട് അല്ലെങ്കിൽ വേറെ ഒരു സ്ലൈഡിലോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ടു ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക് ഇൻ എ സ്ലൈഡ് ദ കമാൻഡ് ഈസ് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്. ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ മെയിൻ മെനുവിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്ലൈഡിനകത്ത് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. ദിസ് കമാൻഡ് വിൽ ഡിസ്പ്ലേ എ ഡയലോഗ് ബോക്സ് വിത്ത് ദ 4 ടൈപ്പ് ഓഫ് ഹൈപ്പർ ലിങ്ക്സ്: ഇൻ്റർനെറ്റ്, മെയിൽ, ഡോക്യുമെൻറ്റ് ആൻഡ് ന്യൂ ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇൻസേർട്ടിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ 4 ടൈപ്പിലുള്ള ഒരു ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിൽ 4 ടൈപ്പിലുള്ള ഹൈപ്പർ ലിങ്കുകൾ അല്ലെങ്കിൽ 4 ടൈപ്പ് ഫയലിലോട്ട് മൂവ് ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിലോട്ട് മൂവ് ചെയ്യാൻ പാകത്തിനുള്ള ഹൈപ്പർ ലിങ്കുകൾ അവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ വാല്യൂസ് ഒക്കെ കൊടുക്കുക. ദ യൂസർ ക്യാൻ ചൂസ് ദ റിക്വയർഡ് ടൈപ്പ്. ഏത് ടൈപ്പാണ് യൂസറിന് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് നോക്കിയാൽ ഫസ്റ്റ് വൺ ഇൻ്റർനെറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലായ്പ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻ്റർനെറ്റ്. യൂസ്ഡ് ടു ഹൈപ്പർ ലിങ്ക് ടു എ വെബ് പേജ് ഇൻ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലുള്ള ഏതെങ്കിലും ഒരു വെബ് പേജിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹൈപ്പർ ലിങ്ക് ടൈപ്പാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മെയിൽ ആൻഡ് ന്യൂസ്. ക്രിയേറ്റ് ഓർ എഡിറ്റ് ഹൈപ്പർ ലിങ്ക് ഫോർ ഇമെയിൽ ഓർ ന്യൂ അഡ്രസ്. ഒരു പുതിയ അഡ്രസ്സിലോട്ട് അല്ലെങ്കിൽ ഒരു ഇമെയിലിലോട്ട് നമുക്ക് ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെയിൽ ആൻഡ് ന്യൂസ് എന്ന് പറയുക. ഓക്കെ, ദെൻ അടുത്ത വൺ പറയുന്നത് ഡോക്യുമെൻറ്റ്. ദ ഹൈപ്പർ ലിങ്ക് പോയിൻറ്റ്സ് ടു എ ഡോക്യുമെൻറ്റ് ഓർ ടു അനദർ സ്ലൈഡ് ഇൻ എ പ്രസൻറ്റേഷൻ. ഒരു ഹൈപ്പർ ലിങ്ക് നമ്മൾ പുതിയൊരു ഡോക്യുമെൻറ്റിലോട്ട്, ഇപ്പോൾ അത് വേർഡ് ഡോക്യുമെൻ്റ് ആവാം, എക്സൽ ആകാം, അല്ലെങ്കിൽ കാൽക്കാകാം, വേറെ ഏത് ടൈപ്പ് ഡോക്യുമെൻറ്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഒരു സ്ലൈഡിലോട്ടോ നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹൈപ്പർ ലിങ്ക് ടൈപ്പാണ് ഡോക്യുമെൻ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ പറയുന്നത് ന്യൂ ഡോക്യുമെൻറ്റ്. ദ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ്സ് എ ന്യൂ ഡോക്യുമെൻറ്റ് ഓഫ് ദ സെലക്റ്റഡ് ടൈപ്പ്. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏതെങ്കിലും ഒരു
സെലക്റ്റഡ് ടൈപ്പ് നമുക്ക് കൊടുക്കാം. ആ ടൈപ്പിലുള്ള ഒരു ഡോക്യുമെന്റിൽ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ന്യൂ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഇതാ എക്സാമ്പിൾ നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യുകയാണ്. പുതിയ സ്ലൈഡ് ന്യൂ സ്ലൈഡായിട്ട് നമ്മൾ പുതിയ സ്ലൈഡ് ആഡ് ചെയ്തു. പുതിയ സ്ലൈഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൈപ്പർ ലിങ്ക് ഇവിടെ കൊടുക്കാൻ പോവാണ്. ഇൻസേർട്ടിൽ ഹൈപ്പർ ലിങ്ക് എടുത്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 4 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനെറ്റ്, മെയിൽ ആൻഡ് ന്യൂസ്. ഇവിടെ മെയിലിന് മാത്രമേ ഉള്ളൂ, മെയിൽ ആൻഡ് ന്യൂസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ മെയിൽ ആൻഡ് ന്യൂസിന് തന്നെ എഴുതുക. മെയിൽ, ഡോക്യുമെന്റ്, ന്യൂ ഡോക്യുമെന്റ്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പുള്ള ഹൈപ്പർ ലിങ്ക് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇൻ്റർനെറ്റ് സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മെയിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാം, ദെൻ ന്യൂ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റർനെറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ URL കൊടുക്കുക. URL എന്ന് പറഞ്ഞാൽ ആ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഇൻ്റർനെറ്റിലുള്ള പേജാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ URL കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ www.google.com എന്ന് കൊടുത്തു. google.com എന്ന് കൊടുത്തു. ദെൻ ഫ്രെയിം എന്ന് നമുക്ക് കൊടുക്കണ്ട. ഇവിടെ ഒരു ടെക്സ്റ്റാണ് നമുക്ക് കൊടുക്കുക. ആ ടെക്സ്റ്റ് എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റും ക്ലിക്ക് ഫോർ ഗൂഗിൾ എന്നാണ് ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. ദെൻ ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു ടെക്സ്റ്റ് ഇവിടെ വരും. ക്ലിക്ക് ഫോർ ഗൂഗിൾ എന്നുള്ളതിന് ടെക്സ്റ്റ് വരും. ഇത് ഞാനിവിടെ സ്ലൈഡ് ഷോ കൊടുത്തു കഴിയുമ്പം ക്ലിക്ക് ഫോർ ഗൂഗിൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അതിൽ മൗസ് പോയിന്റർ വരുമ്പം ആ മൗസ് പോയിന്റർ ചേഞ്ച് ആയി. ഇതേ നോക്കിക്കേ, ഒരു ഹാൻഡ് അല്ലെങ്കിൽ അതായത് അവിടെ ലിങ്ക് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ആ മൗസ് പോയിന്റർ അവിടെ ചേഞ്ച് ആവാനുള്ള കാരണം. അപ്പോൾ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ ഇവിടെ ഗൂഗിൾ ഓപ്പണായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗൂഗിളിൻ്റെ സൈറ്റ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ ഓപ്ഷനാണ് അവിടെ കൊടുത്തേക്കുന്നത്. കാരണം എന്താണ്, ഗൂഗിൾ ഓപ്പണായി വന്നു. വേറെ ഏതെങ്കിലും സൈറ്റിൻ്റെ പേരാണ് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ആ സൈറ്റ് ആയിരിക്കും അവിടെ ഓപ്പണായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു. ദെൻ അടുത്തൊരു ഓപ്ഷനും കൂടെ കാണിച്ചു തരാം. ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ദെൻ മെയിലാണെന്നുണ്ടെങ്കിൽ റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ്, ഏത് മെയിലിലോട്ടാണ് നമുക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ മെയിൽ അഡ്രസ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കാം. അപ്പം ആ മെയിലിലോട്ടായിരിക്കും ആ ഒരു ബട്ടണേൽ അല്ലെങ്കിൽ ടെക്സ്റ്റേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യുക. ദെൻ ഡോക്യുമെൻറ്റ് പറഞ്ഞു കൊടുക്കാം. ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ഏത് ഡോക്യുമെൻ്റാണ് ഓപ്പണായി വരണ്ടേ എന്നുള്ള ആ ഒരു ഫയൽ. അപ്പോൾ അതിൻ്റെ ഫയൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. എങ്ങനെയാണ്, ഡെസ്ക്ടോപ്പിനകത്ത് നിങ്ങളുടെ +1 ഒരു 3rd ചാപ്റ്ററിൻ്റെ PDF ഫോർമാറ്റാണ് ഓപ്പൺ ആക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുത്തു. അപ്പോൾ ഹോമിൽ ഡെസ്ക്ടോപ്പിൽ +1 നോട്ട് എന്നുള്ളതിനകത്ത് ചാപ്റ്റർ 3 കാൽക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ദെൻ ഇവിടെ ഫ്രെയിം ബട്ടൺ ഒക്കെ കൊടുത്തു. ടെക്സ്റ്റായിട്ട് ചാപ്റ്റർ 3 എന്നുള്ളത് കൊടുത്തു. ചാപ്റ്റർ 3 എന്ന് കൊടുത്തു. ദെൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ ചാപ്റ്റർ 3 എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലൈഡ് ഷോ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലിക്ക് ഫോർ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ആവും. ചാപ്റ്റർ 3 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ ചാപ്റ്റർ 3 ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ഡോക്യുമെൻ്റ് അവിടെ ഓപ്പണായി വന്നു. ഇനി നമുക്ക് വേറെ എന്ത് ചെയ്യാം, ഒരു പുതിയ ഇൻസേർട്ടിനകത്ത് ഹൈപ്പർ ലിങ്ക് തന്നെ എടുക്കാം. താഴത്തേത് ന്യൂ ഡോക്യുമെൻ്റ്. ആ ന്യൂ ഡോക്യുമെൻ്റ് ഏത് ടൈപ്പ് ഡോക്യുമെൻ്റാണ് നമുക്ക് ഓപ്പണായി വരണ്ടേ എന്നുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സെലക്ട് ചെയ്യാം. ഒന്നിൽ ടെക്സ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ആയിരിക്കാം, പ്രസൻറ്റേഷൻ ആവാം, ഡ്രോയിങ് ആവാം, ഫോർമുല ആവാം. ഏത് ടൈപ്പ് ഉള്ള ഫയലാണ് ഓപ്പണായി വരണ്ടേ എന്നുള്ളതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ ടെക്സ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, ബട്ടൺ കൊടുക്കാം, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ഇവിടെ എഴുതി കൊടുക്കാം. ദെൻ ഓക്കെ ബട്ടനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ആ ടൈപ്പ് ഫയലായിരിക്കും അവിടെ ഓപ്പണായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഹൈപ്പർ ലിങ്ക്. എവിടെയെങ്കിലും ഒരു ടെക്സ്റ്റേലോ അല്ലെങ്കിൽ ഒരു ബട്ടണേലോ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു സ്ലൈഡിലോട്ടോ അല്ലെങ്കിൽ വേറൊരു ടെക്സ്റ്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഇൻ്റർനെറ്റ് അങ്ങനെ വേറൊരു ഡോക്യുമെൻറ്റിലോട്ടോ മൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ ലീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിനെയാണ് എന്ത് പറയുക, ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയുക. അപ്പോൾ 4 ടൈപ്പ് നമുക്ക് കൊടുക്കാം: ഇൻ്റർനെറ്റ്, മെയിൽ ആൻഡ് ന്യൂസ്, ഡോക്യുമെൻറ്റ്, ന്യൂ ഡോക്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഹൈപ്പർ ലിങ്കിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്ന ആഡിങ് ആക്ഷൻ ഒബ്ജക്റ്റ്. ഇൻ ദ പ്രസൻറ്റേഷൻ വി ക്യാൻ ആഡ് ആക്ഷൻസ്
such as going to another slide, play audio or video, etc. to an object in a slide. അപ്പോൾ നമുക്ക് ഒരു സ്ലൈഡിനകത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു സ്ലൈഡിലോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. ദ ഒബ്ജക്റ്റ് ക്യാൻ ബി എ ഷേപ്പ് ലൈക്ക് എ ടെക്സ്റ്റ് ബോക്സ് ഓർ ആൻ ഇമേജ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ആകാം, അല്ലെങ്കിൽ ഒരു ബട്ടൺ ആവാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ടു ഇൻസേർട്ട് ആക്ഷൻ ഒബ്ജക്റ്റ്, ഫസ്റ്റ് വൺ, ദ യൂസർ മസ്റ്റ് ചൂസ് ദ റെക്റ്റാങ്കിൾ ഓപ്ഷൻ ഫ്രം ദ ഡ്രോയിങ് ടൂൾ ബാർ. അപ്പോൾ ഒരു ആക്ഷൻ ഒബ്ജക്റ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? യൂസർ ഒരു റെക്റ്റാങ്കിൾ ആ സ്ലൈഡിനകത്ത് ഡ്രോ ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, വി ക്യാൻ ഡ്രോ എ സ്മോൾ റെക്റ്റാങ്കിൾ ഓൺ ദ സ്ലൈഡ്. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു റെക്റ്റാങ്കിൾ സ്ലൈഡിനകത്ത് ഡ്രോ ചെയ്യുക. ദ റൈറ്റ് ക്ലിക്ക് ഓൺ ദ റെക്റ്റാങ്കിൾ വിൽ ഷോ എ പോപ്പപ്പ് മെനു. ആ റെക്റ്റാങ്കിൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു പോപ്പപ്പ് മെനു വരും. ദ ഓപ്ഷൻ ഇൻറ്ററാക്ഷൻ ഈസ് ചൂസൺ. ആ പോപ്പപ്പ് മെനുവിൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ ചൂസ് ചെയ്യുക. ദ യൂസർ ക്യാൻ സെലക്ട് എനി ആക്ഷൻ ഫ്രം ദ ആക്ഷൻ അറ്റ് മൗസ് ക്ലിക്ക് ആൻഡ് ക്ലിക്ക് ഓക്കെ. അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിൽ ആക്ഷൻ അറ്റ് മൗസ് ക്ലിക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിനകത്ത് ഏത് ആക്ഷനാണ് നടത്തേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. നമുക്ക് പുതിയൊരു സ്ലൈഡ് എടുക്കാം. ലാസ്റ്റ് പുതിയൊരു സ്ലൈഡ് എടുത്തു, ന്യൂ സ്ലൈഡ്. അപ്പോൾ ഈ സ്ലൈഡിനകത്ത് ഞാനൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യാൻ പോവാണ്. ഈ റെക്റ്റാങ്കിൾ ഇവിടെ വന്നു. ദെൻ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്കിൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇൻറ്ററാക്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആക്ഷൻ അറ്റ് മൗസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡയലോഗ് ബോക്സിനകത്ത് ആക്ഷൻ അറ്റ് മൗസ് ക്ലിക്ക് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ആക്ഷൻസ് കിടപ്പുണ്ട്. ഗോ ടു പ്രീവിയസ് സ്ലൈഡ്, ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്, ഗോ ടു ഫസ്റ്റ് സ്ലൈഡ്, ഗോ ടു ലാസ്റ്റ് സ്ലൈഡ്, ഗോ ടു പേജ് ഓർ ഒബ്ജക്റ്റ്, ഗോ ടു ഡോക്യുമെൻറ്റ്, പ്ലേ ഓഡിയോ, റൺ പ്രോഗ്രാം, റൺ മാക്രോ, എക്സിറ്റ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ ആക്ഷൻസ് കിടപ്പുണ്ട്. ഇതിൽ ഏത് ആക്ഷനാണ് നമുക്ക് ആ ബട്ടണിൽ അല്ലെങ്കിൽ ആ ഒരു റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരണ്ടേ എന്നുള്ളത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഗോ ടു ഫസ്റ്റ് സ്ലൈഡ് എന്നാണെങ്കിൽ അത് സെലക്ട് ചെയ്തു. ദെൻ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ദെൻ ഇത് സ്ലൈഡ് ഷോ നടത്തി കഴിയുമ്പോൾ ഈ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം എങ്ങോട്ടേക്ക് പോയി? ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോയി. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ആക്ഷൻ ബട്ടൺ പ്രസ് ചെയ്യാം. ദെൻ ഇവിടുന്ന് അടുത്ത സ്ലൈഡിലോട്ട് എല്ലാം പോകുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടെ വന്നു. ഇത് ഈ ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോകും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് വേറെയും, അല്ലെങ്കിൽ അടുത്തൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, വേറൊരു ബട്ടൺ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ അടുത്ത ബട്ടൺ വന്നു. ഇവിടെ റൈറ്റ് ക്ലിക്ക്, ദെൻ ഇൻറ്ററാക്ഷൻ കൊടുത്തു. ഇൻറ്ററാക്ഷനകത്ത് ഏതാ പ്രീവിയസ്, നെക്സ്റ്റ്, ഫസ്റ്റ്, ലാസ്റ്റ് അങ്ങനെ കുറേ ഉണ്ട്. പ്ലേ ഓഡിയോ എന്നാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഓഡിയോ ആണ് പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്രൗസ് ചെയ്തു, ഞാനൊരു ഓഡിയോ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ദെൻ ഇത് ഞാൻ സ്ലൈഡ് ഷോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോകും. ഈ ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിയോ കേൾക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഓഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണായിരുന്നു ഇത്. അപ്പോൾ ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷനായിട്ടാണ് നമ്മളിത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സ്ലൈഡിലോട്ട് ഒരു ആക്ഷൻ ബട്ടൺ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് ഡ്രോയിങ് ഫിഗേഴ്സ് ഇൻ ദ സ്ലൈഡ്. ഒരു സ്ലൈഡിനകത്ത് നമുക്ക് ഫിഗറുകൾ വരയ്ക്കാം. എങ്ങനെയാണ്? പ്രസൻറ്റേഷൻ അലൗസ് us to draw figures in a slide. Using the drawing toolbar, we can draw figures. Different shapes, lines, curves, etc. can be used to draw figures in our slide. അപ്പോൾ ഇതാണ് ഡ്രോയിങ് ടൂൾ ബാർ. ഈ ഡ്രോയിങ് ടൂൾ ബാറിൽ കുറേ ഫിഗേഴ്സ് കിടപ്പുണ്ട്. ഇവിടെ ഇൻസെർട്ടഡ് ലൈൻ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, എലിപ്സ് ഉണ്ട്, ആരോസ് ഉണ്ട്, കേർവ്സ് ഉണ്ട്, കണക്ടർ ഉണ്ട്, അങ്ങനെ കുറേ ഷേപ്സ് കിടപ്പുണ്ട്. ഷേപ്സും ലൈൻസും ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാം. എലിപ്സ് വെച്ചിട്ട് എലിപ്സ് എന്ന് പറഞ്ഞ് എലിപ്സായിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. ദെൻ കേർവ്സ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ കേർവ്സ് നമുക്ക് ഡ്രോ ചെയ്യാം. അങ്ങനെ ഓരോന്നും നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ സിമ്പലൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സിമ്പൽ കൊടുക്കാം, ആരോസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആരോസ് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കുറേ ഡ്രോയിങ് ടൂൾ ബാർസ് ഉണ്ട്. ആ ഡ്രോയിങ് ടൂൾ ബാറിലെ ഈ
ഐക്കൺസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്കിതിനകത്ത് ഡയഗ്രംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഡയഗ്രംസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പാർട്ട് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, താങ്ക് യു.